ആറാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തെ ആറാം ക്ലാസ്സിലെ 2025-26 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസർ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാം. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. ഒന്നാമത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒരുപോലെ മാത്തമാറ്റിക്സ് പഠിക്കണം. നോട്ട് മാത്രം ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രം വായിച്ചിട്ടോ കാര്യമില്ല, രണ്ടും ഒരുപോലെ പഠിക്കണം. ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൽ 40 ഡിഗ്രിയാണ് ആംഗിൾ കൊടുത്തിട്ടുണ്ട്. 40 ഡിഗ്രി ആംഗിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റ് നടത്തിയപ്പോഴും നമ്മൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പല കുട്ടികളും അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിന് മുന്നേ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ ഗ്രേഡ് കാർഡിൽ യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് തൽക്കാലം ഞാൻ ചേർക്കുന്നില്ല, മാത്തമാറ്റിക്സിന്റെ മാർക്ക് ചേർക്കുന്നില്ല. ഞാൻ കുട്ടികൾക്ക് ഒരു അവസരവും കൂടി കൊടുക്കുന്നു പറഞ്ഞതാണ്. അത് ഈ പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് കുറച്ചൊരു ചാപ്റ്റർ മൂവ് ചെയ്തിട്ട് ഒരു യൂണിറ്റ് ടെസ്റ്റ് വെക്കാം, അതിനുശേഷം മാർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ PTA മീറ്റിങ്ങിന് നമ്മുടെ ഗ്രേഡ് കാർഡിൽ ചിലപ്പോൾ മാത്സിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഞാൻ കുട്ടികളോട് പറഞ്ഞതാണ് ഒരു അവസരം കൂടി തരാമെന്ന്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലീവ് വന്നു മഴേൻ്റെ, അതുകൊണ്ട് നടത്താൻ പറ്റാതായി പോയത്. ബാക്ക് ടു ദ ടോപ്പിക്. 40 ഡിഗ്രി ആണെങ്കിൽ ആകെ 360 ഡിഗ്രി ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആകെ 360 ഡിഗ്രി ആണ്. അതിൽ 40 ഡിഗ്രി, അപ്പൊ ഫ്രാക്ഷൻ എന്താണ്? 40-ൽ 360. സോറി, 360-ൽ 40. 40/360. അതിൽ ചുരുക്കിയിട്ട് എന്റെ ഫ്രാക്ഷൻ എഴുതുന്നതാണ് ചോദ്യം. അത് ചെയ്തോളൂ. വാട്ട് പാർട്ട് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എത്ര ഭാഗമാണ് എന്നാണ് ചോദ്യം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ആണ്. 40/360 ചുരുക്കിയാൽ മതി. മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. ഇവിടെ 40 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 ആംഗിളും കൂടി കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും ആദ്യം മനസ്സിലാക്കുക. കാരണം രണ്ടും സെയിം റേഡിയസ് അല്ലേ, മക്കളെ. അപ്പൊ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 40 ആണെങ്കിൽ ബാക്കി 180-ൽ നിന്ന് 40 പോയാൽ ബാക്കി എത്രയുള്ള? 140 ഉള്ളത്. അപ്പൊ 140, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140 കിട്ടണം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 140 കിട്ടണം. അപ്പൊ ഒന്ന് 70 ആയിരിക്കൂലേ, മറ്റേതും 70 ആയിരിക്കൂലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും, ചെയ്തോളുക. സ്റ്റേറ്റ്മെന്റ് ആണ് ഡി ക്വസ്റ്റ്യൻ. ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നില്ല, കാരണം പല സ്റ്റേറ്റ്മെന്റ് ആണ് വരിക. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്? ഇതുപോലത്തെ എത്ര ട്രയാങ്കിൾസ് വരക്കാൻ പറ്റും? എടാ, എത്ര 40കൾ ചേർന്നാലാണ് 360 കിട്ടുക? നോക്കിയാൽ പോരെ. 360 40 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം വേഗം കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ദി ഇന്നർ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ വാട്ടർ ടാങ്ക് 90 സെന്റിമീറ്റർ, 70 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയം? വളരെ എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. എല്ലാം കൊടുത്തിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ വോളിയം എന്താണ്? നൗ ദ ടാങ്ക് ഹോൾ 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, 189 ലിറ്റർ വാട്ടർ കൊടുത്തിട്ടുണ്ട്. നൗ ദ ഹൈറ്റ് ഈസ് ദ വാട്ടർ. ഹൗ ഹൈറ്റ്? ക്വസ്റ്റ്യൻ കുറച്ച് ക്ലിയർ അല്ല. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ഇൻ ദിസ് ടാങ്ക്? വെള്ളത്തിന്റെ ഉയരം എന്താണ്? അപ്പൊ ഹൈറ്റാ കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ് നമുക്കറിയാം. അപ്പൊ വോളിയം ആദ്യം കണ്ടുപിടിക്കണം. വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ കപ്പാസിറ്റി തന്നിട്ടുണ്ട്, 189 ലിറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലിറ്ററിനെ ഏതിലേക്ക് മാറ്റണം? സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റണം. എന്തുകൊണ്ടാണ് സെന്റിമീറ്റർ ക്യൂബ്? ഇവിടെയല്ല സെന്റിമീറ്റർ അല്ല മക്കളെ. അപ്പൊ ലിറ്ററിനെ സെന്റിമീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റുക, അതിന്റെ വോളിയം കിട്ടും. വോളിയം കിട്ടിക്കഴിഞ്ഞാൽ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. സി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? അത് വേണ്ട. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വേണ്ട, അത് പലതാണ് വരിക, അത് പറയുന്നില്ല. പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്? 3-ലെ ക്വസ്റ്റ്യൻ, ബൈ വിച്ച് നമ്പർ ഷുഡ് ബി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബി ഡിവൈഡഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം ഓഫ് 12/15? എനിക്ക് ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിരിക്കും. 12/15 ആണെന്ന് തോന്നുന്നത്. 12/15 എന്ന് പറയുന്നതിന്റെ ലോവസ്റ്റ് ഫോം അറിയാലോ. ഏത് നമ്പർ കൊണ്ട് ഹരിച്ചാലാണ്, ഡിവൈഡ് ചെയ്താൽ ഹരിക്കുക. ഏത് നമ്പർ കൊണ്ട് ഹരിച്ചാലാണ് 12/15 ലോവസ്റ്റ് ടേം കിട്ടുക എന്നാണ് ചോദ്യം. അത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക. ലോവസ്റ്റ് ടേം കിട്ടണമെങ്കിൽ ഇവിടെ 12 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്. 12ഉം 15ഉം വരുന്നത് ആരുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ്? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2 ഇല്ലേ? 4 3 12ഉം 5 3 15. അപ്പൊ 3നെ കൊണ്ട് ഹരിച്ചാൽ ചുരുക്കാൻ പറ്റും. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഈ 16 കേക്ക്സ് ആർ ഡിവൈഡഡ്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഈക്വലി അമംഗ് 6 പീപ്പിൾ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കേക്ക് 16, ടോട്ടൽ മെമ്പേഴ്സ് 6. The portion that each person get is the same as if 8 cakes are divided equally among how many people? എന്താ ചോദ്യം? 16 കേക്കിനെ 6 പേർക്ക് തുല്യമായിട്ട് വീതിക്കണം. അപ്പൊ ഒരാൾക്ക് എത്ര കേക്ക് കിട്ടും ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ടോ if 8 cakes are divided equally among how many people? അതേ അളവ് കിട്ടണമെങ്കിൽ
8 കേക്ക് എത്ര പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അത് ഒന്നാമത്തെ 14 കേക്ക് 6 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര കിട്ടുന്നത് കണ്ടുപിടിച്ചാൽ രണ്ടാമത്തെ ഉത്തരം തനിയെ കിട്ടും. 42 മീറ്റർ. സി ക്വസ്റ്റ്യൻ ഏതാണ്? 42 മീറ്റർ ഓഫ് ക്ലോത്ത് വെയർ ബോട്ട് ഫോർ ഷെയർഡ് ഫോർ ദ യൂണിഫോം. 42 മീറ്റർ വാങ്ങിച്ചു. ഇറ്റ് വാസ് കട്ട് ഈക്വലി ടു 24 സ്റ്റുഡൻസ്. 24 കുട്ടികൾക്കാണ് മുറിച്ചത്. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ക്ലോത്ത് ഡിഡ് ഈച്ച് സ്റ്റുഡൻറ് ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര കിട്ടും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ആകെ ടോട്ടൽ ലെങ്ത് 42 മീറ്റർ ആണ്, ടോട്ടൽ സ്റ്റുഡൻസ് 24 ആണ്. അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടുന്നത് കണ്ടുപിടിക്കുക. ഡിയും സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് റീസൺ പറയുന്നില്ല, അത് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് എന്നുള്ളതാണ്. അത് അവിടെ നിൽക്കട്ടെ. 3 എന്താണ്? റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 ആൻഡ് 1/5 ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ. 2 ഫോംസ്, 2 ഫോംസ് എഴുതണം. അപ്പോൾ 1/3യും 1/5ന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1/3നെ 5 കൊണ്ടും ഗുണിക്കുക, 1/5നെ 3 കൊണ്ടും ഗുണിക്കുക. അപ്പൊ സെയിം ഡിനോമിനേറ്ററുള്ള ഒരു ഫോം കിട്ടും. അത് പോരാ, അതേപോലത്തെ വേറൊരു ഫോമും കൂടി വേണം. 2 ഫോം വേണം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഫ്രാക്ഷനെ വീണ്ടും എന്ത് ചെയ്താൽ മതി? മുകളിൽ താഴെ ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. ബി ക്വസ്റ്റ്യൻ. വിൽ 21/27 ബി ദർ ഇൻ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് 2/3? 2/3ന്റെ ഫോമില് 21/27 ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? 27 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിളാ. പക്ഷേ 21 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വരൂല. സി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ റൈറ്റ് ആൻസർ when column A, column B are matched. 1 of 3 divided into 4 equal parts. 1 of 3 divided into 4 equal parts. 1 of 3നെ 4 equal parts ആക്കിയാൽ ഏതാ വരിക? ഇതിൽ ഏതാ വരിക എന്ന് കണ്ടുപിടിക്കുക. 1 of 4 divided into 3 equal parts. അപ്പോൾ ഏതാ വരിക എന്ന് അറിയാലോ. 1 of 1 divided into 3 equal parts. അപ്പോൾ ഏതാ വരിക എന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ് കറക്റ്റ്? ഇപ്പോൾ PZ ആണെങ്കിൽ PZ മാച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുന്ന ഫ്രാക്ഷൻ ഏതാണ് മാച്ച് ആവുന്നത് എന്നുള്ളത് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. ഇവിടെ കണ്ട 2 of 1 എന്നാണ് പറയുന്നത്. 2 of 1. ആകെയുള്ള 2ൽ 1 ആയിരിക്കും. 2 of 1 divided into 3 equal parts എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പിന്നെന്താണ് പറയുന്നത്? 4A ക്വസ്റ്റ്യൻ. അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത്ര വായിക്കാൻ പറ്റുന്നില്ല. 4യും ഈ പറഞ്ഞ 1/2 + 1/4 3/4 ആണ്. 1/4 + 1/8 7/8 ആണ്. ഓക്കെ, ഇതൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. 1/2 + 1/4 3/4, 3/4 + 1/8 7/8, 7/8 + 1/16 15/16. പാറ്റേൺ വരുന്ന അടുത്ത നമ്പർ ഏതായിരിക്കുന്നത് കണ്ടുപിടിക്കുക. അടുത്തെന്താണ്? മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ എ ലാർജ് വെസൽ ആൻഡ് എ സ്മോൾ വെസൽ. ദർ ഈസ് 8 3/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ. ഒരു വലിയ വെസൽ ഉണ്ട്, അതിൽ 8 3/4 ലിറ്റേഴ്സ് ഉണ്ട്. ഈ 1/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് poured into the large vessel to the small vessel. അതിൻ്റെ അകത്ത് 1/4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് poured from the large vessel to the small vessel. ഒരു വലിയ വെസലിൽ നിന്ന് ചെറിയ വെസലിലോട്ട് മാറ്റി. The quantity of milk in both vessels become the same. What is the quantity of milk in the small vessel in the beginning? തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതുപോലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം അത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന ചെയ്യുക. ഇപ്പോൾ 2 വെസൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു വലിയ വെസലും ഒരു ചെറിയ വെസലും ഉണ്ട്. അപ്പോൾ ഈ വലിയ വെസലിൽ നിന്ന് ശരിക്കും 8 3/4 ലിറ്റേഴ്സ് ഉണ്ട് എന്ന് ആദ്യമേ പറയുന്നുണ്ട്. 8 3/4 ലിറ്റേഴ്സ് ഉണ്ട്. ഇതിലും എത്രയോ മിൽക്ക് ഉണ്ട്, എത്രയോ നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്ന് എത്ര പുറത്തെടുത്തു? 1/4 പുറത്തെടുക്കുക പറഞ്ഞാൽ കുറക്കുക, മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അത് എന്നിട്ട് നേരെ ഇതിൽ കൊണ്ടുപോയി ഒഴിച്ചു. 1/4 ഇതിൽ കൊണ്ടുപോയി ഒഴിച്ചു. അങ്ങനെ ഒഴിച്ചപ്പോൾ ഇതിലെ 2ലെയും അളവ് സെയിം ആയി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം ഫസ്റ്റിൽ എത്ര മിൽക്ക് ഉണ്ടായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമാണ്. ഇത് കുറച്ച് നോക്കുക, ഇവിടെ എത്രയാണ് വരുന്നത് നോക്കുക. എന്നിട്ട് ആ അളവിൽ നിന്ന് 1/4 കുറച്ചാൽ നിങ്ങൾക്ക് ആദ്യമുള്ള ഇവിടെയുള്ള മിൽക്കിന്റെ അളവ് കിട്ടും. C question, the sum of the fractions in column A in given column B, if they are matched, which of the following is the correct answer? Sum ആണ്, ഞാൻ പറയുന്നില്ല. ഡിഫറെൻറ്റ് ഡിനോമിനേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സമ്മ് കാണുന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻസിൻ്റെ സമ്മാണ്. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്, ചെയ്തോളുക. 4B,
A vessel contains 5 liters of milk. One part of the milk is taken by Hari when it is divided into 6 equal parts, and one part of milk is taken by Sudha when it is divided into 3 equal parts. How many liters of milk did Hari take എന്നുള്ളതാണ് ചോദ്യം. A vessel contains 5 liters of milk. 5 ലിറ്റർ ആണ് ഒന്നിലുള്ളത്. 5 ലിറ്റർ മിൽക്ക് ആണ് ഒരു പാത്രത്തിലുള്ളത്. പിന്നെയോ one part of milk is taken by Hari when it is divided into 6 equal parts. ഇതിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയപ്പോഴേ അപ്പോൾ അതായത് 5/6, ആ ഒരു 5/6 ആര് കൊണ്ടുപോയി? ഹരി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ആകെ 5 അതിനെ 6 ഭാഗങ്ങളൊക്കെ 5/6, അതിലൊരു ഭാഗം ഹരി കൊണ്ടുപോയി. പിന്നെയോ one part of the milk is taken by Sudha when it is divided into 3 equal parts. ഇതിനെ 3 equal parts ആക്കിയപ്പോഴേ കിട്ടുന്ന ഒരു അളവുണ്ടല്ലോ, അതായത് 5/3, അതാരും കൊണ്ടുപോയി? സുധയും കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഹരിക്ക് എത്ര കിട്ടും, സുധക്ക് എത്ര കിട്ടും എന്നതാണ് ചോദ്യം. ഞാൻ അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ചെയ്തോളാം. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ടേക്ക് ടുഗദർ? രണ്ടുപേരും ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? രണ്ടാളെയും ഫ്രാക്ഷൻ ഇവിടെ കിട്ടും, അതിന്റെ സമ്മ് കണ്ടുപിടിച്ചോളാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ, അത് പറയുന്നില്ല, സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നോക്കാം. അഞ്ചാമത്തത് ഡ്രോ ദ ഫിഗർ ആൻഡ് പാറ്റേൺ, ഡ്രോ ദ പാറ്റേൺ ആൻഡ് ഷെയ്ഡ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൃത്യമായ അളവെടുത്ത് ചെയ്യണം. ഒരു 4 സെന്റിമീറ്റർ ഒക്കെ റേഡിയസ് വരച്ച് സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കി 1, 2, 3, 4, 5 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ 5 ഈക്വൽ പാർട്സ് ആക്കുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഒന്നാമത്തെ ഈക്വൽ പാർട്ട്, രണ്ടാമത്തെ ഈക്വൽ പാർട്ട്, മൂന്നാമത്തെ ഈക്വൽ പാർട്ട്, നാലാമത്തെ ഈക്വൽ പാർട്ട്, അഞ്ചാമത്തെ ഈക്വൽ പാർട്ട്. എന്നിട്ട് വേണം അതെന്ത് ചെയ്യാൻ? ഇതേപോലെ യോജിപ്പിച്ച് സ്റ്റാർ ആക്കി മാറ്റാൻ. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും വരച്ച് വെച്ചാലൊന്നും ഒരു മാർക്കും കിട്ടൂലേ. ആദ്യം മനസ്സിലായിക്കോളൂ. ദ ഗിവൺ ഫിഗർ ഈസ് നോട്ട് എ റെക്ടാങ്കിൾ. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? റെക്ടാങ്കിൾ ആകണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, എന്നാലേ റെക്ടാങ്കിൾ ആവുള്ളൂ. ഈ 2 സൈഡും ഈക്വൽ അല്ലല്ലോ, അതുകൊണ്ട് റെക്ടാങ്കിൾ അല്ല. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ, അതിവിടെ പറയുന്നുണ്ട്. 6A എന്താണ്? ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 96 സ്ക്വയർ സെന്റിമീറ്റർ. ദ വോളിയം ഓഫ് ദ റെക്ടാങ്കുലർ ബോക്സ് ഹാവിംഗ് ദ സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഇസ് 96 ക്യൂബിക് സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബോക്സ്? ഒരു റെക്ടാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഇസ് 96 സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. The volume of the rectangular box having the same length and width is 96 cubic centimeter. What is the height of the box? Height ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റിന്റെ ഇക്വേഷൻ വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് ഇൻടു വിഡ്ത്ത് ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം ഓഫ് ദ റെക്ടാങ്കുലർ ബോക്സ് ആണ്. അതായത് ഇതിന്റെ എന്ത് സെയിം ആണെന്ന് പറയുന്നത്? ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 96 സ്ക്വയർ സെന്റിമീറ്റർ. The volume of the rectangular box having the same length and width is 96 cubic centimeter. What is height? അപ്പോൾ നിങ്ങൾ നോക്കി ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് ഇൻടു വിഡ്ത്ത് ആണ്. ഈ ലെങ്ത് ഇൻടു വിഡ്ത്ത് ആണല്ലോ ഏരിയ എന്ന് വെച്ചാൽ. അത് ഇവിടെ തന്നിട്ടുണ്ട്, ഏരിയ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? The volume of the rectangular box having the same length is 96. അപ്പോൾ ലെങ്ത് വോളിയം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് ഇൻടു വിഡ്ത്ത് ആണ്. ദാറ്റ് ഈസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡ് ലെങ്ത് ഇൻടു വിഡ്ത്ത് പറഞ്ഞാൽ ഏരിയ തന്നെയല്ലേ. അപ്പോൾ വോളിയം 96 ആണ് എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഏരിയ 96 ആണ് പറഞ്ഞത്. അപ്പോൾ ഹൈറ്റ് എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. There is 250,000 liters of water in a rectangular swimming pool. വലിയ സ്വിമ്മിംഗ് പൂൾ ആണ്. 50,000 liters of water ഉണ്ട്. അപ്പോൾ ഇത് കപ്പാസിറ്റി ആണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കണം. ഇറ്റ് ഹാസ് 2 meter ഡെപ്ത്. ഡെപ്ത് പറഞ്ഞാൽ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹൈറ്റ് തന്നിട്ടുണ്ട്. 10 meter വിഡ്ത്തും തന്നിട്ടുണ്ട്. ദ പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടർ. അതിൽ പകുതിയാണ് വെള്ളമുള്ളത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പോണ്ട് എന്നാണ് ചോദ്യം. ലെങ്ത് കാണാനോ? ലെങ്ത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് ഈസ് ഈക്വൽ ടു വോളിയം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻടു വിഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ വോളിയം തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടില്ല, പക്ഷെ കപ്പാസിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് വോളിയം കണ്ടുപിടിക്കാൻ അറിയാം. ഇവിടെയുള്ളത് ലിറ്റർ ആണ്. ആ ലിറ്ററിനെ നിങ്ങൾ മീറ്റർ ക്യൂബിലോട്ടേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും?
വോളിയം കിട്ടും. പിന്നെ എന്താണ് വേണ്ടത്? ഹൈറ്റിന്റെ വിടുത്താണ് വേണ്ടത്. വിടുത്ത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, എവിടെയോ വിടുത്ത് ഉണ്ടല്ലോ, ഇതാ 10 മീറ്റർ വിടുത്ത്. ഹൈറ്റ് തന്നിട്ടുണ്ടല്ലോ, ഹൈറ്റ് ഇതാ 2 മീറ്റർ ഡെപ്ത് എന്നാ പറഞ്ഞത്. പക്ഷെ എന്താ പ്രശ്നം? ഹാഫ് എ വാട്ടർ ഉള്ളൂ, പകുതിയേ വെള്ളമുള്ളൂ. അപ്പൊ ഹൈറ്റ് എത്ര എടുക്കാൻ പറ്റുള്ളൂ? നേരെ പകുതി, 2 മീറ്റർ എന്നുള്ളത് 1 മീറ്റർ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ ആലോചിച്ച് ചെയ്യണം. കുറച്ചധികം ആലോചിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിന്റെ ഉത്തരം എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. സി ക്വസ്റ്റ്യൻ എന്താണ്? സം വാട്ടർ ഫ്രം ദിസ് പോണ്ട് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. അതിന്റെ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. Now the water in the pond is 40 centimeter high. അതിന്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 40 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കാൽക്കുലേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് ദ വാട്ടർ ഇൻ ദ പോണ്ട്? ഈ പറഞ്ഞതിൽ എ ബി സി ഡിയിൽ എന്ത് ചെയ്താലാണ് ആ പോണ്ടിലെ വെള്ളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാനാവുക? വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലെങ്ത്തിന്റെ ഉയരത്തിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ഏതാണ് ശരി എന്ന് നോക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. മുകളിലെല്ലാം പറഞ്ഞ വിടുത്തും ഹൈറ്റും എന്താണ്? മീറ്ററിലാണ്. അപ്പോ ഒന്നുകിൽ എല്ലാം മീറ്ററിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ എല്ലാം സെന്റിമീറ്ററിലോട്ടേക്ക് മാറ്റണം. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇതുവരെയുള്ള ഭാഗങ്ങൾ. ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കൃത്യമായി ചെയ്ത് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, ടെൻഷനൊന്നും പഠിക്കണ്ട. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യമുണ്ട്. അപ്പൊ ഒരു ഭാഗം കുറച്ച് ടഫ് ആണെങ്കിൽ അടുത്ത ഭാഗത്ത് അത് മേക്കപ്പ് ആക്കാൻ പറ്റും. പക്ഷെ എല്ലാ ഭാഗങ്ങളും ടെക്സ്റ്റ് നോട്ടും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.